ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. കാരണം ആരാധകർ ഒരുപാടുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാലും ടീമിന്റെ ബസ്സാണ് ഡൽഹിയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. ഹോട്ടൽ ലക്ഷ്യമിട്ട് ഹോട്ടലിലേക്ക് അല്പസമയത്തിനകം ഇതിന് എത്തിച്ചേരും. കൃത്യമായിട്ടുള്ള സുരക്ഷാ വലയത്തിൽ 2 ബസ്സുകളിലായി ടീം അംഗങ്ങൾ പോകുന്നു. ആദ്യം വിരാട് കോഹ്ലിയാണ് ബസ്സിനുള്ളിലേക്ക് കയറി വരുന്ന ദൃശ്യം നമ്മൾ എയർപോർട്ടിൽ കണ്ടത്. ടീമിന്റെ ഏറ്റവും മുന്നിലെ സീറ്റിൽ തന്നെ വിരാട് കോഹ്ലി സ്ഥാനം ഉറപ്പിച്ചിട്ടുമുണ്ട്. വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ, ഈ ടൂർണമെന്റിൽ സെൻസേഷൻ ആയിരുന്നു ജസ്പ്രീത് ബുംറ. ഒരു 2020 ലോകകപ്പാണ്, എന്നിട്ട് പോലും ഒരു സിക്സർ പോലും വഴങ്ങാത്ത ഒരു പേസർ. അത്ഭുതപ്പെടുത്തുന്നതാണ് ജസ്പ്രീത് ബുംറയുടെ പ്രകടനം. അതുകൊണ്ട് തന്നെയാണ് വിക്കറ്റ് വേട്ടയിലെ മുമ്പനല്ല എങ്കിൽ പോലും പ്ലെയർ ഓഫ് ദ സീരീസ് എന്നുള്ള പുരസ്കാരം ബുംറയ്ക്ക് നേടിയത്. ഈ ഇത്രമാത്രം ഇന്ത്യൻ ആരാധകർ ഒരു പേസ് ബോളർക്ക് വേണ്ടി ആർത്തു വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം എയർപോർട്ടിലെ വിഷ്വൽസിൽ കണ്ടിരുന്നു ബുംറ എന്ന് വിളിക്കുന്ന ആരാധകരെ. ഉറപ്പായും ഇന്ത്യൻ ടീമിൻ്റെ മുൻകാല പ്രകടനങ്ങളിൽ അല്ലെങ്കിൽ മുൻകാല ചരിത്രം നോക്കുമ്പോൾ സച്ചിനെന്നോ ദ്രാവിഡെന്നോ ഗാംഗുലിയെന്നോ കപിലെന്നോ ഒക്കെ ഓൾറൗണ്ടർമാരും ബാറ്റർമാർക്കും ഒക്കെ മാത്രം സ്ഥാനമുണ്ടായിരുന്ന ഒരു ആരാധക വർദ്ധമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ബുംറയ്ക്ക് ഉള്ള ഒരു ആരാധകർ സഞ്ജു വി സാംസൺ നമുക്ക് കാണാം. അവിടെ എയർപോർട്ടിൽ നിന്നും എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. എയർപോർട്ടിൽ നിന്ന് നേരത്തെ ബസ്സിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഇപ്പോൾ ടീം അംഗങ്ങൾ യാത്രയിലാണ്. എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്കുള്ള യാത്രയിൽ. എന്നാലും ആദ്യം ടീം അംഗങ്ങൾ എയർപോർട്ടിൽ വന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ. മുഹമ്മദ് കഴുത്തിൽ മെഡലണിഞ്ഞ് എല്ലാ താരങ്ങളും ആ മെഡൽ കൃത്യമായി നെഞ്ചോട് ചേർത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. കുൽദീപ് യാദവിന് കാണാൻ നമുക്കവിടെ ടീം ഒഫീഷ്യൽസ് ഒന്നൊന്നായി ടീം അംഗങ്ങൾക്കൊപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. കാരണം ആരാധകർ അത്രമാത്രം എത്തിയിരുന്നു. അതിരാവിലെ തന്നെ ജോലിക്ക് പോകേണ്ടവരൊക്കെ അതിരാവിലെ തന്നെ ഒരുങ്ങി വിമാനത്താവളത്തിൽ വന്ന് ആരാധകരെ കണ്ട് ജോലിക്ക് പോകുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ ആ ബൈറ്റിൽ നിന്നും കേട്ടത്. അത്രമാത്രം ഒരു ആവേശം പങ്കുവെക്കുന്നു ഈ ഇന്ത്യൻ ആരാധകർ എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. അല്പസമയത്തിനകം തന്നെ ടീം അംഗങ്ങൾ ഹോട്ടലിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്ന് പിന്നീട് പ്രധാനമന്ത്രിയെ കാണാനായിരിക്കും പോകുക. അവിടെ പ്രഭാത ഭക്ഷണവും ഒപ്പം ടീം അംഗങ്ങൾക്ക് ആശംസ അഭിനന്ദനമൊക്കെ നൽകും. രാജ്യത്തിന്റെ ആശംസ അഭിനന്ദനം നന്ദി അറിയിക്കും പ്രധാനമന്ത്രി ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് ഇതുപോലെ ഒരു ലോക കിരീടവുമായി തിരികെ എത്തിയതിന്റെ സന്തോഷം. അതിനുശേഷമായിരിക്കും ഉച്ചയ്ക്ക് മുംബൈയിലേക്ക് പോകുക. മുംബൈയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരമാണ് ഈ നരിമാൻ പോയിന്റിൽ നിന്നും വാങ്കഡെ സ്റ്റേഡിയത്തിലേക്കുള്ളത്. നരിമാൻ പോയിന്റിൽ നിന്നും വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് നമുക്കറിയാം ഒരു മറൈൻ ഡ്രൈവ് സ്ട്രെച്ചാണ് മുംബൈയിലെ ഈ നരിമാൻ പോയിന്റ് വാങ്കഡെ ആ ദൂരം. അവിടെ മറൈൻ ഡ്രൈവിലേക്കുള്ള പ്രവേശനം ഇന്ന് പൂർണ്ണമായും സുരക്ഷാ ക്രമീകരണങ്ങൾ കൊണ്ട് അടയ്ക്കും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ ഈ ആരാധകർക്ക് അവിടെ എത്തിച്ചേരാനൊക്കെ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാതെ പൊതുഗതാഗതം ഉപയോഗിക്കണമെന്നുള്ള അഭ്യർത്ഥനയും അവിടെ ഉണ്ട്. അങ്ങനെ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കുന്നു ഇന്ത്യൻ ടീമിന്റെ വിജയം അത് ആഘോഷിക്കാനായി. എത്തുന്ന ആരാധകർക്ക് എല്ലാവർക്കും ടീം അംഗങ്ങളെ നേരിൽ കാണാനുള്ള സാഹചര്യം, കാരണം അത് ഓപ്പൺ ബസ് ആയിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം. KP, അവിടെ ഒരു ഹറിക്കെയിൻ ആയിരുന്നു, അവിടെ ഒരു വൻ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് എത്താനുള്ള ഒരു ആവേശമുണ്ടല്ലോ, ആ ആവേശത്തിലാണ് എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം ചാർട്ട് ചെയ്യുന്നതും ആ ചാർട്ടേഡ് വിമാനത്തിൽ ഇന്ത്യൻ ടീം അംഗങ്ങൾ ഡൽഹിയിലേക്ക് പറക്കുന്നതും. രാവിലെ BCCI ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു, അതായത് ഓരോരുത്തരും ആ കപ്പിനെ ഇപ്പോഴും നെഞ്ചോട് ചേർക്കുന്ന ഒരു കാഴ്ച ഉൾക്കൊള്ളുന്നത്. 2020 ലോകകപ്പിനെ പക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ ഇതുവരെയും ഇന്ത്യയിൽ എത്തിയിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അത് ഈ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള പ്രഭാത ഭക്ഷണ സമയത്തൊക്കെ നമുക്ക് അത് കാണാമെന്ന് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും ഈ ആരാധകരുടെ ഇത്രമേലുള്ളൊരു ആവേശം അത് പ്രതീക്ഷിച്ചിരുന്നു കാണുമോ ഇന്ത്യൻ ടീം അംഗങ്ങൾ ഈ അതിരാവിലെ എത്തുന്നതുകൊണ്ട്? എൽദോ, തീർച്ചയായും ആരാധകരെയും അതോടൊപ്പം തന്നെ ഒരു ക്രിക്കറ്റ് പ്ലെയറെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് വേണ്ടി ഒരു ലോക കിരീടം നേടുക, ആ ടീമിൽ അംഗമാവുക എന്നത് തന്നെയാണ് ആ ക്രിക്കറ്റ് കരിയറിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തം എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. അവിടെയാണ് ഈ കിരീടം എന്നത് ഒരു വസ്തുവാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ലോക കിരീടം നേടിയതിനു ശേഷം ഓസ്ട്രേലിയൻ താരങ്ങൾ ഈ കിരീടത്തിന് മുകളിൽ കാലൊക്കെ വെച്ചിട്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ, ചവിട്ടി നിൽക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയൊക്കെ പുറത്തു വരികയും അത് സമൂഹ മാധ്യമങ്ങളുടെ അടക്കമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. അതിനെ വിമർശിക്കുകയും അനുകൂലിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. അതേസമയം തന്നെ കിരീടത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രാത്രി ഉൾപ്പെടെ ചില താരങ്ങൾ കിടന്നുറങ്ങിയ ദൃശ്യങ്ങളും നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ എന്ന
എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ ആ കിരീടം എന്നതിനെ വെറുമൊരു വസ്തുവായി അല്ല എന്തായാലും കാണുന്നത്. അത് അശ്രാന്ത പരിശ്രമത്തിലൂടെ നേടിയെടുത്ത ഒന്നിന്റെ ഫലമായിട്ടാണ് കാണുക. അങ്ങനെയൊരു നമ്മളേറെ ബഹുമാനത്തോടെയും ആദരവോടും കൂടിയൊക്കെയാണ് ടീം ബസ് ഹോട്ടലിലേക്ക് എത്തുകയാണ്. ITC മൗര്യ ഹോട്ടലിലേക്കാണ് എന്നാണ് സൂചന. എന്താണെങ്കിലും ആ ടീം ബസ് ഹോട്ടലിലേക്ക് എത്തുകയും ഇതാ ടീം അംഗങ്ങൾ ഹോട്ടലിന്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ITC മൗര്യയിലേക്കാണ് ഇപ്പോൾ ടീം അംഗങ്ങൾ എത്തുന്നത്. ടീം ബസ് ഇതാ പ്രവേശന കവാടം കടന്നുപോയിരിക്കുന്നു. അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ അതിശക്തമാണ്. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർക്കടക്കം ചെറിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണിത്. നിരവധി VVIPകൾ താമസിക്കുന്ന ഇടം കൂടിയാണ് ഇത്. ടീം ഇന്ത്യ മാത്രമാകണമെന്നില്ല. ഇന്ന് ഒരുപക്ഷെ മറ്റു പല VVIPകളും അവിടെ ആ ഹോട്ടലിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾക്കടക്കം നിയന്ത്രണം ഉണ്ടാവുകയും ചെയ്യുമെന്ന് വേണം എൽദോ നമുക്ക് പ്രതീക്ഷിക്കാൻ. എന്തായാലും ഹോട്ടലിലും വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അവിടെ പ്രത്യേക കേക്ക് കട്ടിംഗ് ഇതാ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ആ ഗേറ്റ് അതെ, ആ ഗേറ്റ് അടച്ചിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ആ ഗേറ്റിന്റെ അപ്പുറത്തേക്കുള്ള ഒരു പ്രവേശനം അത് ഏറെക്കുറെ അസാധ്യമാണ്. വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ കൂടി ഉൾക്കൊള്ളുന്ന വളരെ VVIPകളായിട്ടുള്ള ആളുകൾ കൂടി താമസിക്കുന്ന ഒരു ഹോട്ടലായതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളൊക്കെ എടുക്കാൻ ക്യാമറമാൻ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാലും മറ്റു മാർഗങ്ങളില്ല. അവിടെ ക്യാമറ പ്രവേശനമൊക്കെ അത് നിയന്ത്രിതമാണ്. വളരെ നിയന്ത്രണത്തോടുകൂടി സുരക്ഷ കാണാം നമുക്ക്. രോഹിത് ശർമ്മ ഇന്ത്യൻ ക്യാപ്റ്റൻ കഴുത്തിൽ മെഡൽ അണിഞ്ഞ് എത്തുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ ഒന്നൊന്നായി ആ ഹോട്ടലിലേക്ക് എത്തുകയാണ്. ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് വലിയ വരവേൽപ്പാണ്, വൻ വരവേൽപ്പ്. അതായത് ഈ സ്വീകരണം നൽകുക എന്നത് പ്ലാൻ ചെയ്ത സ്വീകരണത്തിനപ്പുറം വിമാനത്താവളത്തിലൊക്കെ അതിരാവിലെ എത്തിയ ആരാധകർ, ഈ ഹോട്ടലിന് മുന്നിൽ രാവിലെ തന്നെ തമ്പടിച്ച ആരാധകർ, ഇവരൊക്കെയാണ് ഇന്ത്യൻ ടീമിന്റെ ഈ വിജയത്തെ ഇത്രമാത്രം മഹത്തരമാക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ദിവസമാക്കി ഇന്ന് മാറ്റാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യൻ ടീം ആരാധകർ. ഒപ്പം തന്നെ BCCIയും അതിന് പരമാവധി പിന്തുണ നൽകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ കാണാം അർഷദീപ് സിംഗ് ഈ ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് ഏറ്റവും വീരോചിതമായിട്ടുള്ള വരവേൽപ്പൊരുക്കാനായിട്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള പാരമ്പര്യം ഉൾക്കൊള്ളുന്ന വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ന് സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുള്ളത്. സഞ്ജു വി സാംസൺ സിംബാബ്വെ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീം അംഗമാണ്. പക്ഷേ ഈ സ്വീകരണത്തിലൊക്കെ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത് എങ്ങനെയാണ്? അതുകൊണ്ട് സഞ്ജു എന്നാലും ആദ്യ 2 മത്സരങ്ങൾ ഉണ്ടാകില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോകകപ്പ് ജയിച്ച ടീമിന്റെ ഭാഗമായിട്ടുള്ള സഞ്ജു വി സാംസൺ, മലയാളികൾക്ക് അഭിമാനമായി സഞ്ജുവുമുണ്ട് ആ സംഘത്തിൽ. എല്ലാവരും അപ്പോൾ അങ്ങനെ മുംബൈയിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോകും. അവിടെ വലിയൊരു റോഡ് ഷോ, അതിനുശേഷം വാങ്കഡെ സ്റ്റേഡിയത്തിൽ സമാപനം. അങ്ങനെ ലോകകപ്പ് ജയം അത് മറ്റൊരു ലോകകപ്പ് വരുന്നത് വരെ, ഇനിയൊരു ലോകകപ്പിന്റെ ദിവസങ്ങൾക്ക് നാന്ദി കുറിക്കും വരെ ആ ജയത്തിന്റെ മധുരം നിലനിൽക്കുകയും ചെയ്യും. മറ്റൊരു കിരീടം ഇന്ത്യയിലേക്ക് എത്തുന്നതിന് ഒപ്പം തന്നെ 83 ലോകകപ്പ്, 2007 ലോകകപ്പ്, 2011 ലോകകപ്പ്, ഇപ്പോൾ 4ാം തവണ അത് രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റനിലൂടെ. കപിൽ ദേവിനും MS ധോണിക്കും ശേഷം രോഹിത് ശർമ്മയും അങ്ങനെ ഇന്ത്യൻ ടീമിന്റെ ലോക കിരീടം നേടിയ ക്യാപ്റ്റനായി മാറി എന്നുള്ള അപൂർവ നേട്ടമാണ്. നമുക്ക് അറിയാവുന്നതുപോലെ എത്രയോ ക്യാപ്റ്റന്മാർ, അത് സൗരവ് ഗാംഗുലിക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ ക്യാപ്റ്റനായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്ലെയറാണ് സൗരവ് ഗാംഗുലി. പക്ഷെ അന്ന് ഓസ്ട്രേലിയയുടെ ഫൈനലിൽ ദയനീയമായി പരാജയപ്പെട്ടത് ഓർമ്മയിലുണ്ടാകും. അതൊക്കെ അത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞ ഒരു ക്യാപ്റ്റനായി രോഹിത് ശർമ്മ മാറുന്നു എന്നുള്ളതാണ്. നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് ക്യാപ്റ്റൻസിയിൽ രോഹിത് ശർമ്മ എത്തുന്നു. നമുക്ക് കാണാം യശസ്വി ജയ്സ്വാളും രോഹിത് ശർമ്മയും ആ ലോക കിരീടവുമായി ബസ്സിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, സ്റ്റിൽസാണ് അത് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലേക്ക് എത്തിയ ഉടൻ തന്നെ ഒന്നൊന്നായി സമൂഹ മാധ്യമങ്ങളിൽ ഇതാ ആ കിരീടം, ഇന്ത്യയിലേക്ക് എത്തിയ കിരീടമാണ് രോഹിത് ഉയർത്തിക്കാട്ടുന്നത്. രോഹിത് ശർമ്മയും ടീം അംഗങ്ങളും ഇന്ത്യയിലേക്ക് അല്പം മുമ്പ് എത്തിച്ചേർന്നു. 6:30 കൂടിയാണ് ആ ഫ്ലൈറ്റ്. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം, എയർ ഇന്ത്യയുടെ ആ വിമാനം ബാർബഡോസിൽ നിന്നും പറന്നുയർന്ന് കെൻസിംഗ്ടൺ ഓവലിൽ നേടിയ കിരീടവുമായി ഇന്ത്യയിലേക്ക്, ഡൽഹിയിലേക്ക്, രാജ്യതലസ്ഥാനത്തേക്ക് എത്തിയത്. രാജ്യതലസ്ഥാനത്ത് വലിയ സ്വീകരണം വിമാനത്താവളത്തിൽ ലഭിച്ചു. ഒന്നൊന്നായി ഓരോ താരങ്ങൾക്കും. ഇതാ കാണുന്നു ജസ്പ്രീത് ബുംറ ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ജസ്പ്രീത് ബുംറ ഈ ടൂർണമെന്റിലെ താരം. ടൂർണമെന്റിന്റെ ഇതാ പോകുന്നു ലോക കിരീടം കയ്യിലേന്തി പോകുന്നത് കാണാം. ഋഷഭ് പന്താണ് ആ കിരീടവുമായി നീങ്ങുന്നത്. ടീമിലെ ഏറ്റവും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീം മീറ്റിംഗിലൊക്കെ, ടീമിന്റെ ആ കോമ്പിനേഷനിലൊക്കെ വളരെ പോസിറ്റീവായി നിൽക്കുന്ന ഒരു പ്ലെയറാണ് ഋഷഭ് പന്ത് ആ കിരീടവുമായി ഹോട്ടലിനുള്ളിലേക്ക് കടന്നുപോയി. തീർച്ചയായും എൽദോ, ഇതാ ഈ ഹോട്ടലിനുള്ളിൽ പോലും ഒരുപക്ഷെ ഹോട്ടൽ ജീവനക്കാർ പോലും വലിയ ആവേശത്തിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അവരിങ്ങനെ
കൈയടിച്ച് ആർപ്പ് വിളിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് താരങ്ങളെ വരവേൽക്കുന്നത്. ഇപ്പോഴിതാ രാഹുൽ ദ്രാവിഡ് ഉൾപ്പെടെ പരിശീലകനായ രാഹുൽ ദ്രാവിഡ്, ഇന്ത്യൻ ക്രിക്കറ്റിൽ കാലങ്ങളോളം വൻമതിൽ തീർത്ത രാഹുൽ ദ്രാവിഡ്, ആ ദ്രാവിഡിന് കീഴിലുള്ള പരിശീലനത്തിലായിരുന്നു ടീം അംഗങ്ങൾ. അതിന്റെ ഒരു ആവേശം തന്നെയാണല്ലോ നമ്മളിപ്പോൾ കണ്ടത്. ഹോട്ടലിനകത്ത് ജീവനക്കാരുണ്ട്, മറ്റ് ഒരുപക്ഷെ ഈ വിശിഷ്ടാതിഥികളൊക്കെയായി പല ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളവരുണ്ട്. അവരൊക്കെ കിട്ടുന്ന അവസരം, ടീം അംഗങ്ങളെ ഒരു നോക്ക് കാണാൻ കിട്ടുന്ന അവസരം, അവർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ പറ്റുന്ന അവസരം, ഈ ആർപ്പുവിളികളാണ് ഇനിയുള്ള മണിക്കൂറുകളിലെല്ലാം നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. ഇതൊരു നിലയ്ക്കാത്ത ആർപ്പുവിളികൾ തന്നെയായിരിക്കും. ഇത് ഒരുപക്ഷെ മുംബൈയിലേക്ക് എത്തുമ്പോൾ അത് അതിന്റെ ഉന്നതികളിലേക്ക് എത്തുന്നതിന് ഓരോ താരവും കടന്നു വരുന്നു. എന്തോ സൂചിപ്പിച്ചതുപോലെ ആ കിരീട നേട്ടത്തിന്റെ ചിഹ്നങ്ങൾ, അവരുടെ ആ പതക്കങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. ഒപ്പം ആ കിരീടം, ഒരുപക്ഷെ എൽദോ ഈ കിരീടം തന്നെ കയ്യിൽ പിടിക്കാനൊരു മത്സരം അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഓരോരുത്തരും ഈ കിരീടത്തിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു, ആ ചിത്രങ്ങൾ ഫോട്ടോ എടുപ്പിക്കുന്നു. ഇങ്ങനെയാണ് ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ആവേശം നൽകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കിരീടം വളരെ വിലപ്പെട്ടതാണ്. ആരാധകർക്ക് മുന്നിലേക്ക് ഈ കിരീടം ഉയർത്തിപ്പിടിക്കുവാനുള്ള നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അത് അത്രമേൽ ധന്യമാകുന്ന ഒരു മുഹൂർത്തം എന്ന് തന്നെ പറയാം. എൽദോ സൂചിപ്പിച്ചതുപോലെ രോഹിത് ശർമ്മ ഒരു കിരീട ജേതാവായി, കിരീടം നേടിയ ക്യാപ്റ്റനായി മാറുന്നു. ഒപ്പം ഈ ടീം അംഗങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവർ വിശ്വകിരീടത്തിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെ ക്രിക്കറ്റ് കരിയറിലെ ഏറ്റവും അടയാളപ്പെടുത്തുന്ന ഒരു നേട്ടം, വിജയം ആണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. ആ ഓരോ നിമിഷവും ക്രിക്കറ്റ് താരങ്ങളും ആസ്വദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരാധകരും അങ്ങേ അറ്റത്തെ ആവേശത്തിൽ തന്നെയാണ്. അവരും യഥാർത്ഥത്തിൽ ഈ കിരീട നേട്ടത്തെ സ്വന്തം നേട്ടം പോലെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീമിൻ്റെ കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുമല്ലോ ക്രിക്കറ്റ് അറിയാത്തവർ പോലും ഈ ഒരു ആവേശത്തിൻ്റെ ഭാഗമാകുന്നുണ്ടാകാം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘം ടീം അംഗങ്ങളെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനുശേഷം അവർ കടന്നു വന്ന വഴികളിൽ ടീം അംഗങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹോട്ടലിലെത്തുമ്പോൾ അവിടെ ഗേറ്റിന് പുറത്ത് ആരാധകരെ കാണാൻ സാധിക്കുന്നു. ഈ മാധ്യമങ്ങൾക്കടക്കം പിന്നീട് ഹോട്ടലിനകത്ത് നിയന്ത്രണമുണ്ട്. അവിടെ ഒരു കേക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ടീം ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ആ കേക്ക് കട്ടിംഗ് ഫംഗ്ഷൻ നടക്കും. പക്ഷേ മാധ്യമങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ വാർത്താ ഏജൻസികൾക്കും എണ്ണപ്പെട്ട മാധ്യമങ്ങൾക്കും മാത്രമാണ് അതിനുള്ളിൽ. ഇത് ആ ദൃശ്യത്തിലേക്കാണ് എൽദോ എനിക്ക് തോന്നുന്നു ആ കേക്ക് കട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പ് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ടീം അംഗങ്ങൾക്ക് മധുരം നൽകി സ്വീകരിക്കുവാനുള്ള ഒരു ഒരുക്കം ഹോട്ടലിൽ നടത്തിയിരുന്നു. ഒരുപക്ഷെ BCCIയുടെ ഒക്കെ നേതൃത്വത്തിലായിരുന്നിരിക്കണം നമുക്ക് വ്യക്തതയില്ല. അങ്ങനെ താരങ്ങളെല്ലാം എത്തുമ്പോൾ അവർ ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ആ ദൃശ്യങ്ങളടക്കമൊക്കെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. എന്തായാലും ഇനിയിപ്പോൾ ഒരു അല്പസമയത്തെ വിശ്രമം ഉണ്ട്. അവർക്ക് ഫ്രഷ് ആകുവാനുള്ള സമയം അനുവദിക്കുന്നു. അതിനുശേഷമായിരിക്കും പിന്നീട് ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകം ബസ്സിൽ, ടീം ബസ്സിൽ തന്നെ ആയിരിക്കണം അവർ ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക്, ഔദ്യോഗിക വസതിയിലേക്ക് പുറപ്പെടുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 9 മണിയോടുകൂടി ഈ ഔദ്യോഗിക വസതിയിലേക്ക് എത്തും എന്നുള്ളതാണ് വിവരങ്ങൾ. അങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും 9 മണിയോടുകൂടി തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ടീം അംഗങ്ങൾക്ക് ഔദ്യോഗികമായൊരു സ്വീകരണം നൽകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതിനു മുമ്പ് ഇപ്പോൾ ഹോട്ടലിൽ ചെറിയ വിശ്രമം ഉണ്ടാകും താരങ്ങൾക്ക്. അതിനുശേഷമായിരിക്കും അവർ ഈ കിരീടവുമായി പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പുറപ്പെടുക. അവിടുത്തെ സ്വീകരണത്തിന് ശേഷം മറ്റ് ഈ സ്വീകരണ ചടങ്ങിൽ പ്രധാനമന്ത്രി നൽകുന്ന സ്വീകരണത്തിൽ ഒരുപക്ഷെ കേന്ദ്രമന്ത്രിമാർ, കേന്ദ്ര കായിക മന്ത്രിമാർ, മറ്റു മന്ത്രിമാരൊക്കെ പങ്കെടുക്കുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇപ്പോഴിതാ രോഹിത് ശർമ്മ നേടിത്തന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അടക്കം ഹോട്ടലിലേക്ക് എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചെറിയ ആൾക്കൂട്ടം ഹോട്ടലിനകത്ത് സ്വാഭാവികമായും ആൾക്കൂട്ടത്തെ അനുവദിക്കില്ല. അവിടെ സ്റ്റാഫ് അംഗങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ മാത്രമാണുള്ളത്. അവർ പോലും ആർപ്പ് വിളിക്കുന്ന, കൈയടിക്കുന്ന, അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എൽദോ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ. കാരണം ആ ഹോട്ടലിനുള്ളിലെ ഷെഫ്മാർ അവിടുത്തെ പാചകക്കാരുടെ മുന്നിൽ വന്ന് ആർപ്പ് വിളിക്കുകയാണ്. ഒരു പക്ഷേ ഒരു ചരിത്ര നിമിഷമാണ്. ഇത്രമാത്രം വീണ്ടും കിരീടവുമായി ഋഷഭ് പന്ത് കിരീടം താഴെ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. കിരീടം ഏറ്റെടുത്ത് പിടിക്കാനുള്ള മത്സരം തന്നെയുണ്ട്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ നിലവിൽ ഋഷഭ് പന്തിന്റെ കയ്യിലിരിക്കുന്നു ലോക കിരീടം.
എന്നാലും നമുക്ക് ഈ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് മടങ്ങിയെത്താൻ എനിക്ക് തോന്നുന്നു. ഇനിയുള്ള സമയം അവർക്ക് ഇന്ന് ഫ്രഷ് ആവാനുള്ളതാണ്. അതിനുശേഷം പ്രധാനമന്ത്രി കാണാനായി പോകേണ്ടതുണ്ടല്ലോ. നമുക്കിപ്പോൾ ആ കാഴ്ചയിലേക്ക് ആ സമയത്ത് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. അപ്പോൾ കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് പോയ ശേഷം.